കാറിന്റെ മുതലാളിയാണ് കാർ എന്താണല്ലോ നോക്കാൻ പോണത്. കാണിച്ചു തരാം കാര്യം. 이거 전대한 지가 공리 오면 개가 있자. 497, 差不多500. 500 കിലോമീറ്റർ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഞാൻ മനസ്സിലാക്കിയ പോലെ തന്നെ കാര്യങ്ങൾ ഒറ്റ ചാർജിങ്ങിൽ 500 കിലോമീറ്റർ പോവാ, അല്ലാന്നുണ്ടെങ്കിൽ 470 കിലോമീറ്റർ മിനിമം എന്തായാലും പോവാ. എന്നോട് പറഞ്ഞു പോവാ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാൻ. ഒന്നും ചെയ്യേണ്ട. ആൻഡ്രോയിഡ് ആണെങ്കിലും ഐഫോൺ എന്നുണ്ടെങ്കിലും അവിടെ വെറുതെ വെച്ചു കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കലി ചാർജ് ആയിക്കോളും. ഇടയിൽ പിന്നിന് അയക്കാൻ ഇറങ്ങാണ്ട് തൊള്ളടുണ്ട്. എന്തയക്കുക അപ്പോഴാണ് കാര്യം മനസ്സിലായത്. എന്ന് വെച്ച് കഴിഞ്ഞാല് അയക്കാൻ ഇറങ്ങാണ്ട് ഒരു അസിസ്റ്റന്റ് ഉണ്ട്. കാരണം ഒരു പണി നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഡ്രൈവ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കിയുള്ള പണിയൊക്കെ 37 എടുത്തു. എക്സ്ട്രാ കാർ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന അതിന്റെ കൂടെ ടെന്റ്, ടേബിള്, ചെയർ, സൈക്കിൾ എല്ലാ കാര്യങ്ങളും ഫിറ്റ് ചെയ്തിങ്ങാണ്ട് തിരിച്ചു കയറ്റുണ്ട്. അതുപോലെ അതിന്റെ ഇടയിലാണ് അപ്പോഴാണ് ഞാൻ മുകളിൽ വേറൊരു സാധനങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഒന്നുമില്ല. മുകളിൽ ഒരു കാലിപ്പെട്ടി, എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഇട്ടൊക്കെ സൈഡിൽ ഒരു ലാഗ് നമ്മളെ പങ്കെടുത്തു. നമ്മൾ ഉച്ച കഴിഞ്ഞാലൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം പോട്ടെ. ഗിയർ ചേഞ്ചിങ് ഭയങ്കര സിമ്പിളാ മെത്തേഡ്. മുകളിലേക്ക് റിവേഴ്സ്, സെന്റർ ന്യൂട്രൽ, താഴെ ഡ്രൈവ് മോഡ്. ഇനി പറയാൻ പോണ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള കാറിന് നമ്മളെ നാട്ടിലെ 11-12 ലക്ഷം രൂപ ഇവിടെ ഓൺ റോഡ് പ്രൈസ് വരുന്നുള്ളൂ. സാജ് മാത്രമല്ല ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാണാവും നമുക്കങ്ങനെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു വണ്ടി വാങ്ങാനാവുക. അപ്പൊ ബാക്കി കാര്യങ്ങളായിട്ട് നാളെ കാണാൻ. ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, പൈസ ചെയ്യാൻ.